വെൽക്കം ടു ഈവൽ ന്യൂസ്. പ്രിയ പ്രേക്ഷകർക്ക് ഈവൽ ന്യൂസിലേക്ക് സ്വാഗതം. മസാക്കിൻ കാരുണ്യ ട്രസ്റ്റ് തുടങ്ങിവെച്ച പള്ളിയുടെ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. ഈ പള്ളിയുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് വേണ്ടി ഫണ്ട് സ്വരൂപിക്കുന്നതിന് ഈവൽ ന്യൂസ് ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിനെക്കുറിച്ച് അറിയുന്നതിന് വേണ്ടി ആ വീഡിയോയുടെ ചില ഭാഗങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രക്ഷേപണം ചെയ്യുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഒരു 1500 സ്ക്വയർ ഫീറ്റ് ഒരു നിസ്കാരപ്പള്ളി, അതിൽ 2.5 കിലോമീറ്ററിനുള്ളിൽ ഇവിടെ പള്ളികളില്ല. ഈ സ്ഥലത്തിന്റെ പേര് തലക്കോട്ടക്കര. തലക്കോട്ടക്കര മണലി റോഡ് എന്നാ പറയാം. ഈ നേരെ തലക്കോട്ടക്കരക്ക് പോവാം. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പലവരും ഓടി വന്നിട്ട് നമുക്ക് നിസ്കരിക്കാൻ സൗകര്യമില്ല. 2-3 കൊല്ലത്തോളം ആൾക്കാർ ഇങ്ങനെ വന്നു. അപ്പോൾ ഒരു 10 സെന്റ് സ്ഥലം അതിന് വേണ്ടി നമ്മൾ മാറ്റി വെച്ച് ഒരു 1500 സ്ക്വയർ ഫീറ്റ് അത് തറക്കല്ലൊക്കെ ഇട്ട് വലിയ വിപുലമായ പരിപാടി ഒക്കെ നമ്മൾ നടത്തിയപ്പോൾ. അപ്പോൾ നമുക്കിപ്പോൾ വേണ്ടത് വെച്ചാൽ ഈ ഏരിയ നമ്മളൊന്ന് നന്നാക്കി എടുക്കുക എന്നുള്ള ഉദ്ദേശം നമുക്കുള്ളത്. അതിനിപ്പോൾ നമ്മൾ സാധാരണക്കാരായ ഇവിടുത്തെ പട്ടിക്കര കേച്ചേരി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെ മുസ്ലിങ്ങൾ, അവിടുത്തെ പാവപ്പെട്ട ആൾക്കാർ അതിൽ ആരും ജാതി മതം വേറൊന്നും പ്രശ്നമില്ല. നമുക്ക് മണൽ, മെറ്റൽ, സിമെന്റ്, കമ്പി, പണിക്കോടുകൾ കൂലിയൊക്കെ തന്ന് സഹായിക്കുകയാണെങ്കിൽ വലിയൊരു ഉപകാരമാവും. ഈവൽ ന്യൂസ് പ്രക്ഷേപണം ചെയ്ത ഈ വീഡിയോയോടനുബന്ധിച്ച് ലഭിച്ച ചെറിയ സംഭാവനകൾ ഉപയോഗിച്ചാണ് ഇപ്പോൾ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുള്ളത്. പ്രവർത്തനങ്ങൾ കൂടുതൽ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും പള്ളിയുടെ പ്രവർത്തനങ്ങൾ മുഴുവനാക്കുന്നതിനും വേണ്ടി വീണ്ടും ആളുകളുടെ സഹായം അഭ്യർത്ഥിക്കുകയാണ് കമ്മിറ്റി ഭാരവാഹികൾ. തുടർന്നുള്ള ഇദ്ദേഹത്തിൻ്റെ വാക്കുകൾ സ്വീകരിച്ചുകൊണ്ട് സംഭാവനകൾ നൽകണമെന്ന് ഈവൽ ന്യൂസ് കൂടി എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. നമുക്കിപ്പോൾ വേണ്ടത് വെച്ചാൽ ഈ ഏരിയ നമ്മളൊന്ന് നന്നാക്കി എടുക്കുക എന്നുള്ള ഉദ്ദേശം നമുക്കുള്ളത്. അതിനിപ്പോൾ നമ്മൾ സാധാരണക്കാരായ ഇവിടുത്തെ പട്ടിക്കര കേച്ചേരി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെ മുസ്ലിങ്ങൾ, അവിടുത്തെ പാവപ്പെട്ട ആൾക്കാർ അതിൽ ആരും ജാതി മതം വേറൊന്നും പ്രശ്നമില്ല. നമുക്ക് മണൽ, മെറ്റൽ, സിമെന്റ്, കമ്പി, പണിക്കോടുകൾ കൂലിയൊക്കെ തന്ന് സഹായിക്കുകയാണെങ്കിൽ വലിയൊരു ഉപകാരമാവും. അപ്പോൾ അത് അബീബന് വന്നിട്ട് നമ്മൾ കണ്ടിട്ട് സംസാരിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ കൃത്യമായിട്ട് നമുക്ക് ഈ ഭാഗത്തൊന്ന് വൃത്തിയാക്കി എടുക്കണം. ഇപ്പോൾ നമുക്കറിയാലോ കാലഘട്ടം, ബ്രൗൺ ഷുഗർ, ഹെയർ ഓയിൽ, NDM അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഒന്ന് നന്നാക്കാൻ കൂടിയിട്ട് മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളൊന്ന് സഹകരിച്ചിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോകണം. അത് വൃത്തിയാക്കിയിട്ട് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ഞങ്ങൾ കമ്മിറ്റി ഭാരവാഹികളും യോഗം കൂടി തറക്കല്ലിട്ടുകളെ ഭംഗിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ട്രസ്റ്റ് ഇവിടെ ഉണ്ട്. അതിന് മുന്നിലാണ് ഇപ്പോൾ ഈ പള്ളി ഒരു 6 മാസം കഴിഞ്ഞാണ് അനുവാദം കിട്ടിയത്. അപ്പോൾ എല്ലാ സംവിധാനം നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നമുക്ക് പറയാനുള്ളൂ. അപ്പോൾ എല്ലാ ജനങ്ങളും നമ്മൾ കേച്ച് ഇപ്പോൾ ചൂണ്ട പഞ്ചായത്തിലുള്ളവരാണ് നമ്മൾ സഹായിക്കുന്നത്. പുറത്തുള്ളവർക്കും സഹായിക്കാം. അപ്പോൾ അബീബിന്റെ ഈ വാർത്ത കണ്ട് സഹായിക്കാൻ വലിയ അനുഗ്രഹമാണ്. നമുക്ക് വലിയൊരു ഗുണമാണ്. ഈ രാജ്യത്ത്, ഈ നാടിനൊരു സമൂഹത്തിന് ഒരു ഹൈലൈറ്റ് ചെയ്ത് നമ്മളൊരു ചൈതന്യം ഉണ്ടാക്കുകയാണെങ്കിൽ. അപ്പോൾ ഇത്രയും എനിക്ക് പറയാനുള്ളത്. അസ്സലാമു അലൈക്കും. SBI लाइफ, अपने लिए, अपनों के लिए.